ആകാശസീമകളിൽ പുതിയ ചരിത്രം എഴുതാൻ ഭാരതം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുന്ന ആ വമ്പൻ പ്രഖ്യാപനം ഒടുവിൽ എത്തിക്കഴിഞ്ഞു. വൻ ശക്തി രാജ്യങ്ങൾ മാത്രം കൈവശം വെച്ചിരുന്ന ആ അതീവ രഹസ്യ സാങ്കേതിക വിദ്യ ഇനി നമ്മുടെ മണ്ണിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ നിർമ്മിക്കാൻ പോവുകയാണ്. വിദേശ രാജ്യങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിട്ട ആ വലിയ സ്വപ്നം എങ്ങനെയാണ് യാഥാർത്ഥ്യമായത്? ഇന്ത്യയുടെ അഭിമാനമായ തേജസ് വിമാനങ്ങൾക്ക് കരുത്തുകൂട്ടാൻ പോകുന്ന ആ മാജിക് ടെക്നോളജി എന്താണ്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഭാരതത്തിൻ്റെ യഥാർത്ഥ പവർ എന്താണെന്ന് നമ്മൾ ഇന്ന് അറിയാൻ പോവുകയാണ്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. 2026 ജൂൺ 27 ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഒരു ചരിത്ര കരാർ ഒപ്പിടുകയുണ്ടായി. നമ്മുടെ സ്വന്തം DRDOയുടെ കീഴിലുള്ള റിസർച്ച് സെന്റർ ഇമ്രാത്തും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും തമ്മിലാണ് ഈ ലാൻഡ്മാർക്ക് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. എന്താണ് ഈ കരാർ എന്ന് ചോദിച്ചാൽ, വിമാനങ്ങളുടെ നിയന്ത്രണ സംവിധാനങ്ങളിൽ ഏറ്റവും നിർണായകമായ ഇലക്ട്രോ ഹൈഡ്രോളിക് സെർവോ വാൽവുകൾ ഇനി മുതൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറി കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാൾ നമ്മൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഈ അതീവ സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ് ഇത് കേട്ടോ. ഇനി ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ തന്നെ നിർമ്മിക്കാൻ പോവുകയാണ്. ഒരു വിമാനം ആകാശത്ത് പറക്കുമ്പോൾ അത് ഏത് ദിശയിലേക്ക് തിരിയണം, എത്ര വേഗതയിൽ സഞ്ചരിക്കണം എന്നൊക്കെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ ചിറകുകളിലെയും മറ്റു ഭാഗങ്ങളിലെയും പ്രത്യേക നിയന്ത്രണ സംവിധാനങ്ങളാണ്. പ്രത്യേകിച്ച് തേജസ് വിമാനങ്ങളിലെ എയർ ബ്രേക്കുകൾ, ലീഡിംഗ് എഡ്ജ് സ്ലാറ്റുകൾ എന്നിവ കൃത്യതയോടെ പ്രവർത്തിപ്പിക്കുന്നത് ഈ സെർവോ വാൽവുകളാണ് കേട്ടോ. ഏറ്റവും കഠിനമായ കാലാവസ്ഥയിലും അതീവ സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിലും വിമാനത്തിൻ്റെ ബാലൻസ് തെറ്റാതെ കൃത്യമായ ദിശാബോധം നൽകാൻ ഈ വാൽവുകൾക്ക് സാധിക്കുമെന്നതാണ്. ഇതിനൊരു ചെറിയ തകരാറുണ്ടായാൽ പോലും സിസ്റ്റം തനിയെ ബാക്കപ്പ് സംവിധാനത്തിലേക്ക് മാറുന്ന രീതിയിലുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇതിലുള്ളത്. ഇനി ചിന്തിച്ചു നോക്കൂ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ സ്വന്തമായി നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിച്ചെടുക്കാൻ ഒരുങ്ങുന്നത്. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘവീക്ഷണം. പ്രതിരോധ മേഖലയിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തെ ആശ്രയിച്ച് ഭാരതം ഇനി മുന്നോട്ട് പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ ഫലമാണിത്. പ്രത്യേകിച്ച് വ്യോമസേനയുടെ നട്ടലായി മാറാൻ പോകുന്ന തേജസ് MK-1A പ്രോജക്റ്റിന് ഈ തീരുമാനം നൽകുന്ന വേഗത ചെറുതൊന്നുമല്ല. ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ രാജ്യത്തിന് ലാഭിക്കാൻ സാധിക്കുമെന്നത് മാത്രമല്ല, വിദേശ വിതരണക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസവും പ്രതിസന്ധികളും പൂർണ്ണമായും ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നതാണ്. ഇത് ഭാരതത്തെ ആഗോളതലത്തിൽ മുൻനിര പ്രതിരോധ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതായത് ലോകം ഇനി ഇന്ത്യയിലേക്ക് ഒഴുകും എന്നതാണ്. ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ, ഈ സാങ്കേതിക വിദ്യ കൈവരിക്കുന്നതിലൂടെ ഭാവിയിൽ വരാൻ പോകുന്ന തേജസ് MK-2 അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ വിമാനമായ നമ്മുടെ അഭിമാനമായ AMCA എന്നിവയ്ക്കും ഈ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ്. ഗവേഷണ രംഗത്തെ കണ്ടെത്തലുകളെ എങ്ങനെ രാജ്യത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്കായി ഉപയോഗിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കരാർ. ലോകത്തിന് മുന്നിൽ ഭാരതം തലയുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സ്വന്തം കരുത്തിൽ വിശ്വസിച്ച് മുന്നേറുന്ന പുതിയ ഭാരതത്തിൻ്റെ ഈ നേട്ടത്തിൽ ഇന്ത്യക്കാർ എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.